നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു കിടിലൻ, അത് ബ്രൈഡ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും കേട്ടോ. കാരണം ഞാൻ കുറച്ച് മടിച്ചാണ്, നിങ്ങളും മടിച്ചികളാണ്. എന്നാലും ഇതാ ഇത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ്, നമ്മുടെ റോ മിൽക്കാണ്. റോ മിൽക്ക് മീൻസ് തിളപ്പിക്കാത്ത പാല്. ഓക്കെ, അതിലേക്ക് ഞാൻ എന്താ 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഒരു ബഹളമാണ് മേശപ്പുറപ്പ്. അതിനുശേഷം കുറച്ച് അലോവേര ജെല്ല് ഞാനിതിലേക്ക് ഇട്ടു, 2 സ്പൂൺ ഇട്ടു കേട്ടോ. അതിനുശേഷം നമ്മുടെ പാരച്യൂട്ടിൻ്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ല അങ്ങോട്ട് മിക്സ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ചെയ്തു. സൂപ്പർ. ഇങ്ങനെ മിക്സ് ചെയ്തു. ഹൽദി വേണ്ടവർക്ക് ഹൽദി ചേർക്കാം, കോഫി പൗഡർ വേണ്ടവർക്ക് കോഫി പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ വെറും റോ മിൽക്കും അതിൻ്റെ ഒപ്പം അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ടാബ്ലറ്റും വിത്ത് ജസ്റ്റ് ഒരു വെർജിൻ കോക്കനട്ട് ഓയിലുമാണ്. ഇത്രയും മാത്രം മതി, എനിക്ക് ഇത്രയും മതി. ഓക്കെ, ദെൻ ഞാൻ ഒരു സംഭവം ഇവിടെ വിളിക്കുന്നുണ്ട്, അത് ഞാനെടുത്ത് ഇങ്ങനെ ഇതിലങ്ങോട്ട് ഇട്ടു. നേരെ കൊണ്ട് ഫ്രീസറിൽ വയ്ക്കും. ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ഇതൊരു ഐസ് ക്യൂബ് ആവും. ഐസ് ക്യൂബ് ആകുമ്പോൾ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യും. കാരണം ഐസ് മസാജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ബ്രൈഡ്സ് മേക്കപ്പിന് മുൻപ് തലേ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ച മുൻപോ മോർണിംഗൊക്കെ ഈ ഒരു റോ മിൽക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ഐസ് ക്യൂബ് നന്നായിട്ട് മസാജ് ചെയ്യുക. അത് നേരെ കൊണ്ട് ഞാനിപ്പോൾ ഫ്രീസറിലോട്ട് വയ്ക്കും. അപ്പോൾ എന്താ ഗുണം വെച്ചാൽ ഇത് അവിടെ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കും, ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് വയ്ക്കാം. ഇതും ഐസ് ക്യൂബായിട്ട് ഇങ്ങോട്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നേരെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ഐസ് ക്യൂബായിട്ട് ഇങ്ങോട്ട് പോരും. ഇല്ല പിന്നെ ഞാൻ ഈ സ്പൂൺ വയ്ക്കും. ഏതായാലും നമുക്ക് ഒരുപോലെയാണ്. ഐസ് ക്യൂബായി കിട്ടിയാൽ മതി. നമുക്ക് അതായത് ഇതിൻ്റെ തന്നെ ഫാമിലി നമുക്ക് വെക്കാം. ഇതിങ്ങനെ തന്നെ ഐസ് ക്യൂബായിട്ട് നമുക്ക് നോക്കാം. ബൈ.